വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുവാനും ഒന്ന് ചിന്തിക്കുവാനും ക്രമീകരിക്കേണ്ട മണ്ഡലങ്ങൾ എന്താണെന്ന് നാം ഒന്ന് മനസ്സിലാക്കാനൊക്കെയുള്ള ചെറിയ ചെറിയ സന്ദേശങ്ങളാണ്. ഞാൻ ഒരു സുവിശേഷകന ആത്മീയമായ സന്ദേശങ്ങൾ തരുന്നതിൻ്റെ കൂടെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങൾ, എൻ്റെ ജീവിത അനുഭവങ്ങളുമായി കണക്ട് ചെയ്ത് ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെറുപ്പകാലങ്ങളിൽ ഞാൻ പല പച്ചത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദൈവം ഇങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ പല കാര്യങ്ങളിൽ നമുക്ക് ജീവിതം അനുഗ്രഹമായനെ. പക്ഷെ ഒത്തിരി വൈകിയാണ് പല കാര്യങ്ങളും അറിഞ്ഞത്. മറ്റുള്ളവർക്ക് അത് അറിയിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് അത് വലിയ പ്രയോജനകരമാകും. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നാം രാവിലെ തുടങ്ങുന്ന കാര്യങ്ങൾ. നമുക്കറിയാം, ഞാനും വളരെ പ്രത്യേകിച്ച് വിദേശങ്ങളിൽ വർഷങ്ങളുണ്ടായിരുന്നുകൊണ്ട് അന്നൊക്കെ വളരെ താമസിച്ച് കിടന്ന് ഉറങ്ങുകയും വളരെ വൈകി എഴുന്നേൽക്കുകയും അവിടുത്തെ ഒരു രീതി അങ്ങനെ നമുക്ക് കുറ്റം പറയാനൊക്കത്തില്ല. പക്ഷേ എന്നാൽ നമുക്ക് കഴിയും. ഒരു ശീലം നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് വളരെ അനുഗ്രഹകരമായിരിക്കും. അതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ രാവിലെ വളരെ വെളുപ്പിന് ഏതാണ്ട് ഒരു 5 മണിയുടെ അടുത്ത് ഞാൻ എഴുന്നേൽക്കുന്നത് കൊണ്ട് രാവിലെ ഒത്തിരി സമയം ലഭിക്കും. 5 മണി കഴിഞ്ഞ് പ്രാർത്ഥനയിൽ കുറേ സമയം ചിലവഴിക്കും. പിന്നെ വെളിയിലിറങ്ങി അല്പസമയം നടപ്പും എക്സർസൈസും, അങ്ങനെ ഒരു അരമണിക്കൂർ, നേരത്തെ അതിൽ കൂടുതൽ ചെയ്യുമായിരുന്നു, പക്ഷേ അരമണിക്കൂർ സ്വല്പം വർക്കൗട്ട്. പിന്നെ കൃത്യമായി ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ട് തന്നെ 8 മണിയുടെ അകത്ത് തന്നെ അത് കഴിക്കുന്നു. ചില ദിവസങ്ങളിൽ ഫാസ്റ്റിംഗ് ആയിരിക്കും. ബുധനും വെള്ളി ആ സമയങ്ങളിൽ സഭാ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് അന്നേരം ഉച്ചവരെ ഫാസ്റ്റിംഗ് കഴിക്കില്ല. അന്ന് എക്സർസൈസും ഇല്ല. 4 ദിവസം ആഴ്ച ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് എന്തുവരും ഞങ്ങളുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട ബൈബിൾ റീഡിങ്, മെഡിറ്റേഷന്, മറ്റെന്തെങ്കിലും എഴുതാനുള്ള കാര്യങ്ങൾ ഒരു 10 മണി 9 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് അങ്ങ് കരുത്തലാകുക. എല്ലാ മണ്ഡലങ്ങളിലും ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്നൊരു കാര്യം. അതേസമയം താമസിച്ച് എഴുന്നേൽക്കുന്ന ഘട്ടങ്ങളിൽ അത് ചെയ്തിട്ടുള്ളൂ ഇത് ചെയ്തിട്ടുള്ളൂ എന്നൊരു തോന്നും. അപ്പം നമുക്ക് ഒത്തിരി ക്രിയേറ്റിവിറ്റി ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡും ന്യൂറോ സിസ്റ്റം, ഹാർട്ട് സിസ്റ്റം, നമുക്കെല്ലാവരും എന്തുവാ നമുക്കൊരു ബില്ലിങ്. എത്ര ക്ഷീണത്തോടെ എഴുന്നേറ്റാലും ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഉന്മേഷം നമുക്ക് വരും. ഇതിനകത്ത് ചുരുക്കമായിട്ടിരിക്കും പറയാനുള്ള ഇതേ ഉള്ളൂ. നമുക്ക് നമ്മളോടൊരു തൃപ്തി തോന്നുക എന്നുള്ളത് വലിയൊരു കാര്യം. യേശു വചനം പറയുമ്പോൾ പറയുന്ന ഒരു ഭാഗമുണ്ട്, നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക. യു ലവ് യുവർ നെയ്ബർ ആസ് യു ലവ് യുവേഴ്സെൽഫ്. അപ്പം സ്വയമായി സ്നേഹിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും? എങ്ങനെ നമ്മുടെ സ്വയം സ്നേഹം, സെൽഫിഷ്നെസ് അല്ല അവിടെ പറയുന്നത്. നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ നാം നമ്മുടെ ശരീരത്തെ കെയർ ചെയ്യും. നാം നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിന് നമുക്കൊരു ചിട്ട വരും. ആരോഗ്യപരമായ കാര്യങ്ങൾ, കഴിക്കുന്ന ഭക്ഷണം, എന്ത് കഴിക്കണം എന്ന് കഴിക്കേണ്ട. ഞാൻ ഈ അടുത്തിടയിൽ ഒരാളെ പെട്ടെന്നൊരു രോഗാവസ്ഥ വന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ച ഘട്ടത്തിൽ സത്യത്തിൽ വളരെ ജീവിതചര്യ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നൊരു കുടുംബം. പക്ഷേ എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് ചോദിച്ചു. പെട്ടെന്ന് അപ്പം ജീവിതചര്യ കൊണ്ടാണെങ്കിൽ അങ്ങനെ അവർക്ക് വരാൻ വഴിയില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞ മറുപടി, ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുകൊണ്ട്. ചിലർ ഇന്ന കാര്യങ്ങൾ കഴിക്കത്തില്ല, അത് വിഷാംശം, അല്ലെങ്കിൽ ഇന്നതിനകത്ത് മായമുണ്ട്. പക്ഷെ കഴിക്കേണ്ട കാര്യങ്ങൾ അവർ അവോയ്ഡ് ചെയ്യും. പണ്ടൊരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞതാണ്, വെളിച്ചെണ്ണ ഒന്നും കഴിക്കരുതെന്ന് പറയുന്ന വ്യക്തികളെല്ലാം അവോയ്ഡ് ചെയ്ത് മാറ്റുമ്പോൾ അവർക്ക് വേണ്ടതൊന്നും ലഭിക്കത്തില്ല. നമുക്ക് അങ്ങനെ പറയുന്ന ഒന്നും കഴിക്കാനൊക്കെ. മീനെക്കുറിച്ച് നമുക്കറിയാം, അവിടെ അത് ചെയ്യും ഇത് ചെയ്യും നമ്മോണിയും. പക്ഷെ നമുക്ക് അത്യാവശ്യം നമുക്ക് മീൻ കഴിച്ചേ വെക്കത്തുള്ളൂ. ഫ്രൂട്ട്സിൽ പറയുന്ന വിഷാംശങ്ങളുണ്ടെന്ന് പറയും. ഇന്നലെ ഞാൻ മുന്തിരി മേടിച്ചു. നമ്മളത് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യാനത് അങ്ങനെ വരാമായിരിക്കാം, പക്ഷെ നമ്മളതിനെ കഴിക്കണ്ടേ? ഫ്രൂട്ട്സ് അത്യാവശ്യം വേണ്ട സാധനമാണ്. അപ്പോൾ ഇത് ചിലർ ചെയ്യുന്നില്ല, ഭയപ്പെട്ട്. വേണ്ടത്, അതായത് നമ്മുടെ ജീവിതത്തിന് അവോയ്ഡ് ചെയ്യേണ്ടത് കൊണ്ട് നമുക്ക് ആവശ്യമുള്ളത്. ഒരിക്കൽ ഫിലിം സ്റ്റാർ മമ്മൂട്ടിയുടെ ഒരാൾ ചോദിച്ചെന്നാണ് പറയുന്നത്, നിങ്ങളുടെ ആരോഗ്യരഹസ്യം അദ്ദേഹം പറഞ്ഞിങ്ങനെ, ഞാൻ ഇഷ്ടമുള്ളതെല്ലാം കഴിക്കും. പുള്ളി പറഞ്ഞ് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കും, പക്ഷേ ഇഷ്ടമുള്ള അത്രയും കഴിക്കത്തില്ല. അവിടെയാണ് ക്വാണ്ടിറ്റി, അളവ് നിശ്ചയിക്കും. ഇപ്പോൾ ഹൽവ അല്ലെ ബിരിയാണി അല്ലെ വേണ്ട ഭക്ഷണം ഇഷ്ടമോ, പക്ഷെ അവിടെ ആ ഇഷ്ടം വീണ്ടും കഴിക്കണമെന്ന് ഇഷ്ടം തോന്നുമ്പോൾ അവിടെ ബ്രേക്ക് ചെയ്യും.
അതാണ് അങ്ങനെയുള്ളവരാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. നമുക്കെല്ലാം മധുരം നമുക്കിഷ്ടമെങ്കിൽ ഒത്തിരി കഴിക്കാനൊക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം ജീവിതത്തിലൊരു ക്രമീകരണങ്ങൾ. നമ്മുടെ വസ്ത്രങ്ങൾ അലക്കുന്നു, അയൺ ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഒരു മുറിയിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്കത് അടുക്കും ചിട്ട അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതാണ്. എല്ലാം നമുക്ക് നല്ല പീസ്ഫുള്ളാണ്. ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ദൈവവുമായി ബന്ധമാണ്, എല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്. പക്ഷെ നമ്മുടെ മുറിയിലോട്ട് കയറുമ്പോൾ നമുക്കൊരു പീസ് ലഭിക്കുന്നില്ലെങ്കിൽ, ഒരു ബെഡ്റൂമാണെങ്കിലും നമ്മുടെ പ്രത്യേകിച്ച് നാം ഓഫീസ് ഞങ്ങൾ ഈ എഴുതുന്ന ഇപ്പോൾ ഇവിടെ നിന്നുണ്ട് എടുക്കുന്ന വർക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്ന സ്ഥലം, കാര്യങ്ങൾ എഴുതുകയും ഇതൊക്കെ ചെയ്യുന്നു. അപ്പം അവിടെ നമുക്കൊരു ഒരു 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 എന്തോ അതിന് പറയുന്നത്, അവിടെ വൃത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഒരു ഓർഡറിലല്ല കാര്യങ്ങളെങ്കിൽ മനസ്സും അതുപോലെ ആയിരിക്കും. നമ്മൾ നോക്കുന്നുണ്ടല്ലേ. ഇപ്പം നമുക്ക് റോഡിലോട്ട് നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ഒരു 100 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ എല്ലാം ഓർഡർ ആയിരിക്കണം എന്നല്ല കാണുമ്പോൾ. വിദേശങ്ങളിലൊക്കെ വെച്ചാൽ നമുക്കറിയാം അതിൻ്റേതായ ഭംഗിയും കാര്യങ്ങളും. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ നാടിന് പരിമിതി ഉണ്ട് പലതിലും ഒത്തിരി. പക്ഷേ എന്നാൽ പോലും നമ്മളുമായി ചുറ്റപ്പെട്ട അന്തരീക്ഷങ്ങൾ നമുക്ക് പറ്റുമല്ലോ. ചുറ്റപ്പെട്ട നമ്മുടെ ഭവനവുമായി ബന്ധപ്പെട്ടിടത്ത് നമുക്ക് പീസ് ലഭിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ. അപ്പം പലതിനും നമ്മൾ പല സാഹചര്യങ്ങളെ പലതിനെ നമ്മൾ കുറ്റം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നമ്മളിലേക്ക്. അതാണ് നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരന്. ഞാൻ വേറൊരാളുടെ കാര്യത്തിന് ഒത്തിരി താല്പര്യപ്പെടണമെങ്കിൽ ഞാൻ എൻ്റെ കാര്യം ആദ്യം ഞാനൊരു ഓർഡറിലേക്ക് വന്നെങ്കിൽ, എനിക്കൊരാളോട് നിങ്ങൾ എക്സർസൈസിന് ശരീരം സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. ഒരാളോട് ഞാൻ പറയുക കുടുംബജീവിതമൊക്കെ ശ്രദ്ധിക്കണേ, എല്ലാം സന്തോഷവും സമാനമായിട്ട് പോകണമെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുക അവരോട്ട് പറയാനൊക്കത്തില്ല. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ നല്ലതായിട്ട് വളർത്താതിരിക്കും, മറ്റു കുഞ്ഞുങ്ങളെ ഗുണദോഷിക്കാനൊക്കത്തില്ല. ഇതെല്ലാം നമ്മുടെ ജീവിതവുമായി നമ്മളിൽ കടപ്പെട്ടിരിക്കുക. നമ്മളിൽ വെളിപ്പെടാത്ത എങ്ങനെ മറ്റുള്ളവരോട് പറയുന്നു. അപ്പോൾ നമ്മളിൽ ഞാനിപ്പോൾ ഒരാളോട് പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം, വെളുപ്പിന് എഴുന്നേൽക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് പറയണമെങ്കിൽ ഞാൻ ആ ഒരു മോഡലിൽ കടന്നു പോകുന്ന ഒരാളാണ്. ചിലർ 6 മണി 7 മണി അത് കുഴപ്പമില്ല. പക്ഷേ രാവിലെ നമുക്ക് ഒത്തിരി സമയം ലഭിക്കും. പ്രത്യേകിച്ച് എഴുതുന്നവർക്ക് വായിക്കുന്നവർക്ക് ആ കിട്ടുന്ന ഒരു 7:30 8 മണിയൊക്കെ മുകളിലോട്ടൊക്കെ ഇറങ്ങി ആ സൂര്യപ്രകാശം ഒന്ന് കൊള്ളുക, ആ ദിവസം മുഴുവൻ അനുഗ്രഹമായിരിക്കും. രാത്രി ഉറങ്ങാനായി ഞാൻ അതുപോലെ വളരെ നേരത്തെ 10-10:30 അതിനുള്ളിലായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുന്നൊരു മനുഷ്യനാണ്. അല്ലെങ്കിൽ നമുക്ക് ആ 6-7 മണിക്കൂർ ലഭിക്കുകയില്ല. അപ്പം അത് കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും ഒന്ന് ചില കാര്യങ്ങൾ ചെയ്തു എന്ന് നമുക്ക് വരുമ്പോൾ തന്നെ മനസ്സിൽ കിട്ടുന്നൊരു പീസ് വലുതാണ്. ഇന്ന് ചെയ്തില്ല, നാളെ ചെയ്യാം. ആ മൈൻഡ് നമ്മുടെ ആ ഫുൾനെസ് നമുക്ക് ലഭിക്കത്തില്ല. അതേസമയം ഇന്ന് ചില കാര്യങ്ങൾ ചെയ്തു, ഇന്ന് ഇപ്പോൾ ഈ സമയം ഇപ്പോഴേ 12 മണിയുടെ അടുത്ത സാറ്റർഡേ. അപ്പം ഇതുവരെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഇനിയും ചെയ്യാനുണ്ട് ഒത്തിരി കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഓർഡറായി നമ്മളെ തന്നെ ഒന്ന് അടുക്കും ചിട്ടയും ഒക്കെ ഒന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് സന്തോഷത്തിനോ സമാധാനമോ ഒന്നും പോകണ്ട, നമ്മളിൽ തന്നെ അത് വെളിപ്പെടും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ചെറിയ കാര്യങ്ങളുമായി വീണ്ടും കടന്നു വരാം. ഇത് അനുഗ്രഹമാണെങ്കിൽ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അനുഭവം വിവരിച്ചെന്നുള്ളൊരു അനുഭവം മറ്റുള്ളവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ.